ദൈവത്തിന് സ്തുതി. ഇന്ന് ഈ ക്യാമ്പസിൽ വരാൻ സാധിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഈ ക്യാമ്പസിൽ ഇതേപോലെയുള്ള ഒരു നല്ല വേദി ഒരുക്കി തന്ന നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യൂണിയൻ പ്രവർത്തകരോടും നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഇതിക്ക് മുമ്പ് കാസർഗോഡ് വന്നിരിക്കുന്നത് മറ്റൊരു സിനിമയുടെ തിയേറ്റർ പ്രൊമോഷനായിട്ടാണ് വന്നത്. അന്നാണ് കാസർഗോഡ് വന്നത്. അതെനിക്ക് കാസർഗോഡ് ഭാഷ എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന്. ഇപ്പോൾ എൻ്റെ ഭാഷ ചിലപ്പോൾ നിങ്ങൾക്കും മനസ്സിലാവുന്നതെന്ന് അറിയില്ല. പക്ഷേ വളരെ മനോഹരമായ സംഗീതാത്മകമായ ഒരു ഭാഷയാണ് കാസർഗോഡ് ഭാഷ. അപ്പോൾ കാസർഗോഡ് ഭാഷയൊക്കെ സംസാരിക്കണമെന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ഭാഷ സംസാരിക്കുമ്പോൾ കാസർഗോഡ് ഭാഷയും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഇതുവരെ പറ്റിയിട്ടില്ല സംസാരിക്കാനായിട്ട്. എനിക്ക് ഈ പരിപാടി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഈ പരിപാടി വിജയിപ്പിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്യാമ്പസ് അടിച്ചു പൊളിക്കുക, നമുക്ക് സന്തോഷമാണ് ഏറ്റവും വലുത്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് റൂമിൽ സമാധാനമായിട്ട് കടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടീച്ചറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് കാശ് കൊടുത്താൽ പോലും കിട്ടാത്ത ഒരു കാര്യമാണ് സമാധാനം. നല്ല സമാധാനം ഉണ്ടെങ്കിലേ നല്ല ഉറക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉറക്കം നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ ടീച്ചറാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ടീച്ചർ. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ക്ലാസ് കട്ട് ചെയ്യുന്നത് സിനിമയ്ക്ക് പോകാൻ? അപ്പോൾ ആലോചിച്ചു, അതിനുള്ള ഒരു സ്പേസ് കോളേജിലില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ ക്യാമ്പസിലല്ല, എല്ലാ ക്യാമ്പസിലും വിദ്യാർത്ഥികൾക്ക് പുതിയ റിലീസിംഗ് പടം തിയേറ്ററിൽ പോകാനൊക്കെ ഇരുന്ന് കാണാനുള്ള തിയേറ്റർ സംവിധാനം ക്യാമ്പസിൽ വേണം. കാരണം ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകേണ്ട അവസ്ഥ ഒരു വിദ്യാർത്ഥിക്കും വേണ്ടത്. അതിനുള്ള സംവിധാനം എല്ലാ കോളേജിലും വേണം എന്നൊരു അഭിപ്രായക്കാരനാണ്. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും അനുഭവിച്ച ഒരു ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു അറ്റൻഡൻസിൻ്റെ പ്രശ്നം. എൻ്റെ അഭിപ്രായത്തിൽ അറ്റൻഡൻസ് തന്നെ നിരോധിക്കണം. കാരണം അറ്റൻഡൻസ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മുടെ കഴിവാണ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അറ്റൻഡൻസ് ഉണ്ടെന്ന് ഒരു കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പലപ്പോഴും എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ ഫുൾ ടൈം ക്ലാസ്സിൽ കയറി നന്നായിട്ട് പഠിക്കുകയും മാർക്ക് വാങ്ങിക്കുകയും ഒക്കെ ചെയ്ത എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്താ ചെയ്യണം? അവർ വീട്ടിൽ കുട്ടികളെയൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ച് പഠിച്ചത്? അപ്പം അവരറിയാം, ഞങ്ങളിപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ആലോചിക്കേണ്ട അവസ്ഥ നമുക്കൊന്ന് വരരുത്. നമ്മൾക്ക് ഉള്ള കഴിവിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ആ കഴിവ് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി അധ്വാനിക്കുക. ആ കഴിവായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ സമൂഹത്തിൻ്റെയോ നമ്മുടെ ചുറ്റുപാടുള്ളവരുടെയോ മുൻപിൽ വലിയ മണ്ടത്തരങ്ങളായിട്ട് ചിത്രീകരിക്കപ്പെടാം. പക്ഷേ ആ മണ്ടത്തരങ്ങളായിരിക്കും പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമാവാം. ഇന്ന് ഈ ക്യാമ്പസിൽ പഠനത്തിന്റെ പേരിലോ അറ്റൻഡൻസിന്റെ പേരിലോ അല്ലെങ്കിൽ സപ്ലിയുടെ പേരിലോ ഇന്റേണൽ മാർക്കിന്റെ കുറവ് കൊണ്ടോ ദുഃഖം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും നാളെ ഈ ക്യാമ്പസിന്റെ അഭിമാനങ്ങളായിട്ട് മാറാൻ പോകുന്നത്. നിങ്ങൾ അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ഒരു യൂണിവേഴ്സിറ്റിയും അധ്യാപകനെ ബഹുമാനിക്കുന്നതിനോ പരസ്പരം സ്നേഹിക്കുന്നതിനോ അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ കൂട്ടുകാരോ ജാതി മതമൊന്നും നോക്കാതെ ചിരിച്ചു കാണിക്കുന്നതിനോ സന്തോഷത്തോടെ ഇടപെടുന്നതിനോ മാർക്ക് കൊടുക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. യൂണിവേഴ്സിറ്റികൾ മാറണം. ഇന്ത്യക്ക് പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളിലും പരീക്ഷയ്ക്ക് നോക്കിയെടുക്കുന്ന സംവിധാനം അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് അത് ഇന്ത്യയിൽ നടപ്പാക്കുന്നില്ല? എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും പരീക്ഷയ്ക്ക് കാണാതെ പഠിക്കുന്ന സിസ്റ്റം മാറ്റിക്കൊണ്ട് കണ്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന സിസ്റ്റം വേണമെന്നാണ് അഭിപ്രായം. നമ്മൾ ടെൻഷൻ അടിച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ടെൻഷൻ അടിച്ച് പഠിച്ച് ഡിഗ്രിയൊക്കെ നേടി നമ്മളൊരു ജോലിയൊക്കെ ആറ്റുനോറ്റിട്ടുണ്ടായി അവസാനം എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിക്കാനായിട്ട് പോകുമ്പോഴേക്കും നമുക്ക് കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ ഇല്ലാത്ത അസുഖങ്ങളില്ല. ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാർക്കും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ മെയിൻ കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റം ആളുകളെ ടെൻഷൻ എടുപ്പിക്കുന്നു. ആളുകളെ ടെൻഷൻ എടുപ്പിച്ച് പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടത്തിവിട്ട് പല മാരക രോഗത്തിന് അടിമപ്പെടുത്തുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സിസ്റ്റം മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും നമ്മുടെ ക്യാമ്പസിലെ കഴിവുള്ള അധ്യാപകരെ പോലും യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് ഉയർത്താതെ 8ാം ക്ലാസും കുസ്തിയുള്ളവർ യൂണിവേഴ്സിറ്റിയിൽ ഭരിക്കുന്നു. എന്തുകൊണ്ട് കഴിവുള്ള അധ്യാപകരെ കോളേജിന്റെ പുറത്തുകളിലേക്ക് ഉയർത്തുന്നില്ല?
കഴിവുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നില്ല. മികച്ച വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കും കോളേജ് യൂണിയൻ പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കും ഡാൻസ് കളിക്കുന്നവർക്കും പാട്ട് പാടുന്നവർക്കും മുഴുവൻ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ മാർക്ക് കൊടുക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും വരേണ്ടത്. ഒരു വിദ്യാർത്ഥിയെ മാർക്ക് കൊടുക്കേണ്ടത് അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ആവണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെയുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് വന്നാൽ കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി പോലും തോക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. എന്തിന്റെ പേരിലായാലും, സൗന്ദര്യത്തിന്റെയോ സാമ്പത്തികന്റെയോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. നമ്മുടെ കഴിവാണ് നമ്മുടെ ഏറ്റവും വലിയ സൗന്ദര്യം. ആ കഴിവിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുക. ആ കഴിവാണ് നിങ്ങളെ മുന്നിലേക്ക് എത്താൻ സഹായിക്കുക. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇന്ത്യയിലെ പൗരത്വം, ഈ മണ്ണിൽ ജനിച്ച നമ്മുടെ എല്ലാവരുടെയും പൗരത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പലപ്പോഴും പല ഭരണാധികാരികളും നമ്മുടെ മുമ്പിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അവരെ അതേ വിരൽ ചൂണ്ടിക്കൊണ്ട് പേടിപ്പിച്ചു നിർത്തുന്നത് ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹമാണ്. അതിന് ആർജവം കാണുന്നത് ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹമാണ്. പലതരത്തിലുള്ള സമൂഹത്തിലെ പല വിഭാഗങ്ങളുണ്ടെങ്കിലും അതിനെ ചോദ്യം ചെയ്തത് ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹമാണ്. അപ്പോൾ നമ്മൾ ഈ രാജ്യത്തെ ഏറ്റവും വിശിഷ്ടമായ വിദ്യാർത്ഥി സമൂഹം തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവിന് വേണ്ടി അധ്വാനിക്കുക, പരമാവധി പരിശ്രമിക്കുക, പരസ്പരം കക്ഷി രാഷ്ട്രീയ മതം നോക്കാതെ സ്നേഹിക്കുക. അതായിരിക്കും നിങ്ങൾ ഈ ക്യാമ്പസിൽ നിന്ന് നേടിയെടുത്ത പഠനം. അതിന്റെ പേര് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു സിലബസോ ഒരിക്കലും മാർക്ക് തരില്ല. ഒരു അധ്യാപകൻ പഠിപ്പിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയും സിലബസ് ഒരു വിദ്യാർത്ഥി എങ്ങനെ ഒരു സെമസ്റ്റർ കൊണ്ട് പഠിച്ചു തീർക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. അതാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ ഒരു വലിയ പ്രശ്നം. നമ്മുടേതായ സാമ്പത്തികവും അല്ലെങ്കിൽ സാഹചര്യങ്ങളും കഴിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഒരു യൂണിവേഴ്സിറ്റിയിലും സിലബസ് തയ്യാറാക്കപ്പെടുന്നത്. ആരൊക്കെയോ എന്തൊക്കെയോ സിലബസുകൾ തയ്യാറാക്കി നമ്മൾ അത് പഠിക്കേണ്ടയോ അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടയോ അവസ്ഥയിൽ വരുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥികളെക്കാൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് ഇവിടുത്തെ അധ്യാപകരാണ്. കാരണം സെമസ്റ്റർ അനുസരിച്ച് ഇത് എങ്ങനെ പഠിപ്പിച്ചു തീർക്കും എന്നുള്ള വ്യാധിയിലാണ് അവർ. അവരും പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലും മാനസിക സംഘർഷങ്ങളിലാണ്. അപ്പോൾ നമ്മൾ എല്ലാവരെയും അധ്യാപകരെ ബഹുമാനിക്കുക, പരസ്പരം സ്നേഹിക്കുക, ക്യാമ്പസിൽ കിട്ടുന്ന അവസരം അടിച്ചു പൊളിച്ച് മുന്നേറുക, പരസ്പരം നോക്കി ചിരിക്കാനെങ്കിലും ശ്രമിക്കുക. അതേപോലെ തന്നെ സിനിമകൾ കാണുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ലവ് എഫ് 28-ാം തീയതിയാണ് ഈ മാസം റിലീസാവുന്നത്. ഈ കോളേജിന്റെ തൊട്ടടുത്ത തിയേറ്റർ ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്നേ ദിവസം നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്തിട്ടെങ്കിലും ഈ സിനിമ കാണാൻ നിങ്ങൾ പോകണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ ക്യാമ്പസിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ചിരുന്ന് ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു സിനിമ കണ്ട് ഒരു സന്തോഷത്തോടെ തിരിച്ചു വരുന്ന ഒരു ചരിത്രപ്രധാനമായ ഒരു ദിവസമായി ഈ മാസം 28-ാം തീയതി അതേപോലെ തന്നെ ഇന്റേണൽ മാർക്കും ഇവിടുത്തെ അധ്യാപകര് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നല്ലൊരു വിദ്യാർത്ഥി സമൂഹം ഇവിടെ ഉണ്ടാവണം. ഈ സിനിമ സംവിധാനം ചെയ്തത് ശ്രീദേവ് സാറാണ്. ഇതിൽ റേഡിയോ ആണ് മുഖ്യ കഥാപാത്രം. ആ റേഡിയോനെ നായകനാക്കി അങ്കമാലി ഡയറീസിലൂടെ നമ്മളെ അതിശയിപ്പിച്ച ടിറ്റോ വിൽസനും ശരത്തപ്പാനെയും കൂടി അഭിനയിപ്പിച്ച് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഒരു സിനിമയാണ് ലവ് എഫ്. ലവ് എഫ് പ്രൊഡ്യൂസ് ചെയ്തത് ബെൻസി പ്രൊഡക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ മറ്റ് മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും നിവിൻ പോളിയുടെയും ടൊവിനോ തോമസിന്റെ പടങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ലവ് എഫ് എന്ന ഞങ്ങളെ പോലുള്ള കൊച്ചു കലാകാരന്മാർ അണിനിരുന്ന ഈ സിനിമയിൽ നിങ്ങൾ കാണണം. പ്ലീസ്, 28-ാം തീയതിയാണ് സിനിമ റിലീസ് ആവുന്നത്. നിങ്ങളെല്ലാവരും എന്തായാലും പോകണം. നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും തിയേറ്ററിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്യും എന്ന് ഞങ്ങൾ ഇവിടെ ഉറപ്പ് തരുന്നു. അതുകൊണ്ട് നിങ്ങൾ കുടുംബത്തോടു കൂടി ഈ സിനിമ പോയി കാണണം. അതേപോലെ തന്നെ പ്രണയം ഇതുവരെ തുറന്നു പറയാൻ പറ്റാത്തവർ എത്രയും പെട്ടെന്ന് പ്രണയം തുറന്നു പറയുക. കാരണം മനസ്സിലിരിക്കുന്ന പ്രണയം മനസ്സിന്റെ ഒരു വിങ്ങലാണ്. അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമുക്ക് കിട്ടുന്ന അവസരം അതിന് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് പ്രണയം തുറന്നു പറയുക. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ജീവിത പങ്കാളിയെ ക്യാമ്പസിൽ തന്നെ കണ്ടെത്തുകയാണ്, അതാണ് ഏറ്റവും നല്ലത്. കേരളത്തിലെ മുഴുവൻ ക്യാമ്പസും ജീവിത പങ്കാളിയെ കണ്ടെത്തുകയാണെങ്കിൽ ക്യാമ്പസിന്റെ നേതൃത്വത്തിൽ തന്നെ അത്തരം വിദ്യാർത്ഥികളെ കല്യാണം നടത്തി കൊടുക്കണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെ യൂണിവേഴ്സിറ്റികളും എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളും മാറണം എന്നൊരു അഭിപ്രായക്കാരനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കാണണം. 28-ാം തീയതിയാണ് ഈ സിനിമ റിലീസാവുന്നത്. എല്ലാവരും പോയി കാണണം പ്ലീസ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ മാക്സിമം ഉപയോഗിക്കുക.
എന്ത് അവസരം കിട്ടിയാലും നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. ഇപ്പോൾ എനിക്ക് കിട്ടിയ അവസരം ഞാൻ മാക്സിമം ഉപയോഗിച്ചു കഴിഞ്ഞ പോലെ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അതായിരിക്കും നിങ്ങളെ എത്തിക്കുക. ഓ പ്ലീസ് നിങ്ങളൊരു നല്ല കൈയടി ഞങ്ങളുടെ ഈ സിനിമയ്ക്കും ഞങ്ങളുടെ ടീമിനും തരണം പ്ലീസ്. ആത്മാർത്ഥമായ ഒരു കൈയടി വീണ്ടും ഒന്നുകൂടി. അപ്പം മറക്കരുത്, സിനിമ 28-ാം തീയതിയാണ് റിലീസാവുന്നത്. നിങ്ങൾ